നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ ട്രെയിൻ യാത്രകൾ ഇനി കൂടുതൽ ആയാസരഹിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമത്തെക്കുറിച്ചുള്ള ആകർഷകമായ ഒരു വാർത്ത എക്സ്ക്ലൂസീവാണ് നിങ്ങളുടെ അറിവിലേക്കായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ ഇനി വിമാനയാത്ര പോലെ ലളിതമാകും. വിവിധ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന നീണ്ട യാത്രകൾക്കായി ഓരോ കമ്പനിയുടെയും സൈറ്റിൽ കയറി വെവ്വേറെ ടിക്കറ്റുകൾ എടുക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പുതിയ നിയമവുമായി യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങി. ഇതിൽ യാത്രക്കാർക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരൊറ്റ ടിക്കറ്റ്, ഒരു പ്ലാറ്റ്ഫോം. എല്ലാ റെയിൽവേ കമ്പനികളോടും തങ്ങളുടെ എതിരാളികളുടെ ടിക്കറ്റുകൾ കൂടി സ്വന്തം വെബ്സൈറ്റിലൂടെ വിൽക്കണമെന്ന് പുതിയ നിയമം നിർദ്ദേശിക്കുന്നു. ഇതിലൂടെ യാത്രക്കാർക്ക് വിവിധ ട്രെയിനുകൾ താരതമ്യം ചെയ്യാനും ഒരൊറ്റ പേയ്മെന്റിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും. ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്കും തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കണക്ഷൻ ട്രെയിൻ മിസ്സായാൽ പേടി വേണ്ട. യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ വൈകിയത് കാരണം അടുത്ത ട്രെയിൻ മിസ്സായാൽ റെയിൽവേ കമ്പനി തന്നെ ടിക്കറ്റ് തുക തിരിച്ചു നൽകുകയോ മറ്റൊരു ട്രെയിനിൽ യാത്ര സൗകര്യപ്പെടുത്തുകയോ വേണം. ആവശ്യമെങ്കിൽ ഭക്ഷണവും താമസവും നൽകാനും കമ്പനികൾ ബാധ്യസ്ഥരായിരിക്കും. വിമാനത്തെക്കാൾ ലാഭമാണ്, അതായത് വിമാനയാത്രയേക്കാൾ ലാഭമാണ് ഇത്തരത്തിലൊരു യാത്രാ സാഹചര്യം ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധനവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ട്രെയിൻ യാത്ര കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ വിമാനയാത്രയ്ക്ക് പകരം ട്രെയിൻ യാത്രയെ പ്രോത്സാഹിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ മാറ്റമെന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. നിലവിൽ യൂറോപ്പിൽ ഒരു അന്താരാഷ്ട്ര ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനേക്കാൾ 70% കൂടുതൽ സമയം എടുക്കുന്ന ഒന്നാണ്. ഈ സങ്കീർണത ഒഴിവാക്കിയാൽ കൂടുതൽ ആളുകൾ ട്രെയിനിനെ ആശ്രയിക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷനും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കാര്യമാണ്. പക്ഷേ എതിർപ്പുമായി റെയിൽവേ കമ്പനികൾ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ ഡാറ്റ കൈമാറുന്നതും എതിരാളികളുടെ ടിക്കറ്റുകൾ വിൽക്കുന്നതും ബിസിനസിനെ ബാധിക്കുമെന്ന് കാട്ടി പല പ്രമുഖ റെയിൽവേ കമ്പനികളും ഈ നീക്കത്തെ എതിർക്കുന്നുണ്ടെങ്കിലും യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് നിയമം നടപ്പിലാക്കാനാണ് യൂറോപ്യൻ യൂണിയന്റെ കടുത്ത തീരുമാനം. ചുരുക്കത്തിൽ അതിർത്തികൾ കടന്നുള്ള യൂറോപ്പ് യാത്രകൾ ഇനി മുതൽ സ്മാർട്ടും യാത്രക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതുമായി മാറും. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഷെങ്കൻ വിസയിൽ ജർമ്മനി സന്ദർശിക്കാൻ അല്ലെങ്കിൽ യൂറോപ്പ് കറങ്ങാൻ ചുറ്റിയടിക്കാൻ എത്തുന്നവർക്ക് ഈ ടിക്കറ്റ് സംവിധാനം ഏറെ ഗുണം ചെയ്യും എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ താമസിക്കുന്ന മലയാളികൾ മിക്കപ്പോഴും തങ്ങളുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ബന്ധുജനങ്ങളെ ഷെങ്കൻ വിസയിൽ ഇവിടേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളവർക്ക് ഈ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക, അത് മറക്കാതിരിക്കുക. അത് കൂടുതൽ പ്രയോജനപ്പെടും ആകുമെന്നാണ് ഞങ്ങളും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന എപ്പോഴും ഇൻഫർമേറ്റീവ് വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇനിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ വാർത്താ ന്യൂസ് പോർട്ടൽ കാണുക. നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് നമസ്കാരം.